കാണുന്നത് വീഡിയോ കണ്ടിട്ടുള്ള പ്രശ്നമാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. ഞാനിങ്ങനെ മനസ്സിരുത്തി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്നൊരു ചിന്ത വന്നത് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ. നാം പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ പകുതി ദൈവം ആദ്യമേ അങ്ങ് ചെയ്താൽ പിന്നെ ഞാനൊരു പകുതി എടുത്തില്ലെങ്കിൽ ഒരു 25% ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നാൽ ട്രാൻസിഷൻ കൊള്ളല്ലേ എനിക്കും തോന്നി. അല്ലെങ്കിൽ ഞാൻ ഒരു കഴിവേറി എനിക്ക് അപ്പോഴേ അറിയാം. പിന്നെ മുടിയൊക്കെ കെട്ടി നമ്മൾ ക്ലീശയെ കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഞാൻ വളയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വിചാരിക്കും ഇന്ന് ഗെറ്റ് റെഡി മിയെ ഉള്ളോ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് സ്റ്റഡി ലീവായിട്ട് വീട്ടിൽ കുത്തിരിക്കുന്ന എനിക്കെന്തോന്നാ കണ്ടൻറ്റ്. ഞാനപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പോവാണ്. പക്ഷേ ഒരു രീതി പറഞ്ഞാൽ അങ്ങനെയാണ്. ഒന്നും ഇല്ലാതിരിക്കുന്ന വല്ലവനും പുല്ലും ആയുധം എന്നാണല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ഗെറ്റ് റെഡി കിട്ടും, ഒരു അമ്പലത്തിൽ പോകണ വീഡിയോ കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സാധാ എന്നും ചെയ്യുന്ന കണക്ക് കണ്ണെഴുതി മാലയിട്ട് പൊട്ടുവിട്ട് പിന്നെ നമ്മുടെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ലല്ലോ. എല്ലാം നാച്ചുറൽ ബ്യൂട്ടിയല്ലേ. പിന്നെ അമ്പലത്തിലോട്ട് പോവാണ്. ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അമ്പലത്തിലോട്ട് നിന്നപ്പം ദൈവം എല്ലാം മാനത്ത് കണ്ടു. ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ ദൈവം മാനത്ത് കണ്ടു. അമ്പലം തുറന്നില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ പരീക്ഷയുടെ തലേന്ന് മാത്രം അമ്പലത്തിൽ പോകണം. എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ അത്ര